IOCയിലെ ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും നടത്തിവന്ന സമരം ഒത്തുതീർത്തു. ഗതാഗത തൊഴിൽ വകുപ്പ് മന്ത്രിമാർ സമരക്കാരുമായും IOC പ്രതിനിധികളുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനമായത്. IOCയുടെ പുതിയ കരാർ വ്യവസ്ഥകൾ താൽക്കാലികമായി മരവിപ്പിക്കാൻ ചർച്ചയിൽ ധാരണയായി. അതേസമയം ഡിസംബർ 3-നകം കരാർ വ്യവസ്ഥകളിൽ വിവിധ കേന്ദ്രങ്ങളുമായി ചർച്ച നടത്തി അന്തിമ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. IOCയുടെ പുതുക്കിയ കരാർ വ്യവസ്ഥകൾ പിൻവലിക്കുക, ടാങ്കർ ലോറി തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥ കാലാനുസൃതമായി പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ടാങ്കർ ലോറി ഉടമകളും തൊഴിലാളികളും കഴിഞ്ഞ 4 ദിവസമായി സമരം നടത്തിവന്നത്. ആദ്യവട്ട ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി ഗതാഗത മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളും IOC പ്രതിനിധികളുമായി ചർച്ച നടത്തുകയായിരുന്നു. മാറി മാറി നടന്ന ചർച്ചയ്ക്കൊടുവിൽ സമരം പിൻവലിക്കാൻ തീരുമാനമുണ്ടായി. പുതിയ ടെൻഡറിലെ വ്യവസ്ഥകൾ താൽക്കാലികമായി മരവിപ്പിച്ചതായി ചർച്ചയുടെ തീരുമാനം വിശദീകരിച്ച ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. അല്ല, മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ നടപടികൾ ഡിസംബർ 3 മുതൽ മാത്രമേ ശേഷമേ ചെയ്യാവുള്ളൂ. അവിടെയും ഞങ്ങളൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഒരു ധാരണയിൽ എത്താൻ കഴിയാതെ പോവുകയാണെങ്കിൽ, അത് വിദൂര സാധ്യതയെ അതിനുള്ളൂ, എങ്കിൽ പോലും ഈ 2 പേരും ഗവൺമെൻറ്റുമായി സംസാരിച്ചതിന് ശേഷമേ എന്തെങ്കിലും മറ്റ് നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. അതേസമയം സമരം പിൻവലിക്കുകയാണെന്ന് പറഞ്ഞ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ ചർച്ചയിലെ തീരുമാനങ്ങൾ തൊഴിലാളികളെ അറിയിക്കുമെന്നും വ്യക്തമാക്കി. ഗവൺമെൻറ്റിന് ഈ വിഷയം പഠിക്കുന്നതിനും 2 കൂട്ടർക്കും കുഴപ്പമില്ലാത്ത നിലയിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനും ഡിസംബർ മാസം വരെ സമയം ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായും അംഗീകരിച്ച് കൊടുക്കേണ്ടതാണ് എന്ന തോന്നലിലാണ് താൽക്കാലികമായി സമരത്തിൽ നിന്നും പിൻവാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സമരം മൂലം സംസ്ഥാനത്തെ ഇന്ധന വിതരണം തടസ്സപ്പെട്ട പശ്ചാത്തലത്തിലാണ് മന്ത്രിതല ചർച്ച നടത്തി വേഗത്തിൽ പരിഹാരം കണ്ടത്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ് സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ മറവിൽ കോൺഗ്രസ് നേതാക്കൾ ഭൂമിയും വൻതുകയും തട്ടിയെടുത്തതായി പരാതി. റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി T സിദ്ദിഖും സംഘവും തട്ടിയെടുത്തത് കോടികളാണ്. T സിദ്ദിഖ്, NK അബ്ദുറഹ്മാൻ, ഹബീബ് തമ്പി എന്നിവർ കൈക്കലാക്കിയത് 3.5 കോടി രൂപയും 1 ഏക്കർ ഭൂമിയും. സിദ്ദിഖിനും സംഘത്തിനുമെതിരെ കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. താമരശ്ശേരിയിലെ റിട്ടയർഡ് മജിസ്ട്രേറ്റിന്റെ സ്വത്ത് തർക്കം പരിഹരിക്കുന്നതിന്റെ മറവിൽ T സിദ്ദിഖും സംഘവും വൻതുകയും ഭൂമിയും തട്ടിയെടുത്തെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. പരേതനായ കാവിൽ അബ്രഹാം ലിങ്കന്റെ ഉടമസ്ഥതയിലുള്ള 22 ഏക്കർ ഭൂമിയിൽ 1 ഏക്കറും 1,30,00,000 രൂപ വീതവും കോൺഗ്രസ് നേതാക്കളായ T സിദ്ദിഖ്, NK അബ്ദുറഹ്മാൻ, ഹബീബ് തമ്പി എന്നിവർ കൈക്കലാക്കിയെന്ന് കാട്ടി കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകി. മക്കളില്ലാത്ത അബ്രഹാം ലിങ്കനെ ഭാര്യയുടെ മരണശേഷം പരിചരിച്ചിരുന്നത് ഭാര്യ സഹോദരി ജീൻ അർജുൻ കുമാറായിരുന്നു. തന്റെ പേരിലുള്ള 22 ഏക്കർ ഭൂമി ഉപയോഗിച്ച് മരണശേഷം ക്യാൻസർ രോഗികളെ സഹായിക്കാനായി ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന് ജീനിന്റെ പേരിൽ അബ്രഹാം ലിങ്കൻ ഓസ്യത്ത് എഴുതിയിരുന്നു. എന്നാൽ ലിങ്കന്റെ മരണശേഷം സഹോദരൻ ഈ ഭൂമിയിൽ കൃഷി ആരംഭിച്ചതോടെ കുടുംബാംഗങ്ങൾ തമ്മിൽ തർക്കം ഉടലെടുത്തു. ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയാണ് T സിദ്ദിഖ് ഇടപെട്ടത്. അന്നത്തെ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സിദ്ദിഖും സംഘവും ഒത്തുതീർപ്പ് ഫോർമുല തയ്യാറാക്കി. ഭൂമി ഇരു കക്ഷികൾക്കുമായി വീതിച്ചു നൽകുന്നതിനായി 1.5 കോടി രൂപ വീതമാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഒടുവിൽ 1,30,00,000 രൂപ വീതവും 1 ഏക്കർ ഭൂമിയും കൈപ്പറ്റി പ്രശ്നം പരിഹരിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട്. ഭൂമി കോൺഗ്രസ് നേതാക്കളുടെ പേരിലേക്ക് മാറ്റിയെഴുതിയ ആധാരത്തിന്റെ പകർപ്പ് സഹിതമാണ് കോഴിക്കോട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ KPCC നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത്. PV കുട്ടൻ, കോഴിക്കോട്. ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടിയിൽ താൽക്കാലിക വെടിനിർത്തൽ. പ്രശ്നങ്ങൾ പരിഹരിച്ചതായും പാർട്ടിയും കുടുംബവും ഐക്യത്തോടെയാണ് പോകുന്നത് എന്നും പാർട്ടി തലവൻ മുലായം സിംഗ് യാദവ് പറഞ്ഞു. എന്നാൽ ഭിന്നത പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന സൂചന നൽകി മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് വാർത്താ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നു. മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ അസാന്നിധ്യത്തിൽ പാർട്ടി തലവൻ മുലായം സിംഗ് യാദവും മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശിവപാൽ യാദവും ചേർന്നാണ് മാധ്യമങ്ങളെ കണ്ടത്. രാം മനോഹർ ലോഹ്യയുടെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നീങ്ങുന്നതെന്ന് മുലായത്തിന്റെ മുഖവുര. തുടർന്ന് പാർട്ടിയിൽ പ്രശ്നങ്ങളില്ലെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ. അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായി തുടരുമെന്ന് വ്യക്തമാക്കിയ മുലായം അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു.
अनावा से बात क्यों कर रहे हैं? हमारे परिवार एक है, पार्टी एक है। पार्टी एक है, परिवार एक है, पूरे कार्यकर्ता पूरे नेता एक हैं। ശിവ്പാൽ യാദവ് ഉൾപ്പെടെ പുറത്താക്കിയ 4 പേരെ മന്ത്രിസഭയിൽ തിരിച്ചെടുക്കേണ്ട കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രി അഖിലേഷ് യാദവാണെന്ന് മുലായം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. മന്ത്രിമാരെ തിരിച്ചെടുക്കണമെന്ന മുലായത്തിന്റെ ആവശ്യം അഖിലേഷ് അംഗീകരിക്കുമെന്നാണ് സൂചന. അമർ സിംഗിനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്നും മുലായം അഭ്യർത്ഥിച്ചു. ഒരാഴ്ചയായി പരസ്യമായ വിഴുപ്പലക്കലും വാക്പോരുമായി നടന്ന അഖിലേഷ് യാദവിനെയും ശിവ്പാൽ യാദവിനെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്തിയ മുലായം ഒരുമിച്ച് പോയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് നൽകിയത്. എന്നാൽ യാദവ കുടുംബത്തിലെ താൽക്കാലിക വെടിനിർത്തൽ എത്ര കാലം നീണ്ടു നിൽക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഭീകരാക്രമണം. പോലീസ് ട്രെയിനിംഗ് ക്യാമ്പിന് നേർക്കാണ് ഭീകരാക്രമണം ഉണ്ടായത്. പോലീസുകാർ ഉൾപ്പെടെ 60 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം നടത്തിയ 3 ഭീകരരെയും വധിച്ചു. പാകിസ്ഥാൻ പോലീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 700-ൽ പരം കേഡറ്റുകൾ പരിശീലനം നടത്തിയിരുന്ന കൊറ്റയിലെ പോലീസ് ട്രെയിനിംഗ് അക്കാദമിയിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റയിലെ പോലീസ് അക്കാദമി ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കയറിയ ഭീകരർ വെടിവയ്പ് നടത്തുകയായിരുന്നു. ഇതോടെ സുരക്ഷാ സേനയും തിരിച്ചു വെടിവെച്ചു. പിന്നീട് ഭീകരർ തുടർച്ചയായി 2 സ്ഫോടനങ്ങളും നടത്തി. ഉടൻ തന്നെ പോലീസും അർദ്ധസൈനിക വിഭാഗവും അക്കാദമി വളഞ്ഞു. പിന്നീട് അകത്തുള്ളവരെ രക്ഷപ്പെടുത്തിയ ശേഷം തിരിച്ചടി ആരംഭിച്ചു. ആക്രമണത്തിൽ പോലീസ് കേഡറ്റുകൾ ഉൾപ്പെടെ 60-ൽ പരം ആളുകൾ കൊല്ലപ്പെട്ടു. 130-ൽ പരം ആളുകൾക്ക് പരിക്കേറ്റു. മണിക്കൂറുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആക്രമണം നടത്തിയ ലഷ്കർ ഇ ജാംഗി ഭീകര സംഘടനയിലെ ഭീകരരെ വധിച്ചു. പുലർച്ചെ 4 മണിയോടെയാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിച്ചത്. അക്കാദമിയിൽ നിന്ന് 250-ൽ പരം പേരെ രക്ഷപ്പെടുത്തിയതായി ബലൂചിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മിർ സഫറാസ് അറിയിച്ചു. നാളുകളായി പാകിസ്ഥാനിൽ നിന്ന് മോചനം ആവശ്യപ്പെടുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനിലേത് ആസൂത്രിതമായ ആക്രമണമായിരുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി മിർ സഫറാസ് പ്രതികരിച്ചത്. പാകിസ്ഥാനിൽ ഈ വർഷമുണ്ടായ 3ാമത്തെ വലിയ ഭീകരാക്രമണവുമാണിത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ യുവാക്കളെ ആകർഷിച്ചിരിക്കുകയാണ് സുംബ ഡാൻസ്. ശരീരം ഫിറ്റാക്കി സൂക്ഷിക്കാനുള്ള വ്യായാമ മുറ എന്നതിലുപരി മാനസിക ഉല്ലാസം നൽകുന്നുവെന്നതാണ് സുംബ ഡാൻസ് യുവാക്കളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണവും. സാധാരണ ശരീരം ഫിറ്റാക്കാനുള്ള വ്യായാമ മുറകളെല്ലാം തന്നെ വളരെ ഗൗരവത്തോടെയും സങ്കീർണതയോടെയും ചെയ്യുന്നവയാണ്. അതുകൊണ്ട് തന്നെ ദിനംപ്രതി വ്യായാമം എന്നത് ഭൂരിഭാഗം പേർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇവിടെയാണ് സുംബ ഡാൻസ് വേറിട്ട് നിൽക്കുന്നതും. ഒരു ഗ്രൂപ്പായി നിന്ന് നൃത്തരൂപത്തിൽ ചെയ്യുന്ന വ്യായാമം ശരീരം ഫിറ്റാക്കുന്നതോടൊപ്പം മാനസിക ഉല്ലാസവും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സുംബ ഡാൻസ് എന്നറിയപ്പെടുന്ന നൃത്തരൂപം യുവാക്കളെ വളരെയധികം ആകർഷിച്ചതും. ഒരു പ്രാവശ്യം സുംബ ഡാൻസ് ചെയ്യുമ്പോൾ 500 മുതൽ 800 കലോറി വരെ കത്തിപ്പോകുമെന്ന് അനുഭവസ്ഥർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല ബ്രീത്തിംഗ് എക്സസൈസിന്റെ ഗുണവും സുംബ വഴി ലഭിക്കും. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലെയും കൊഴുപ്പ് കുറയ്ക്കാനും ശരീരം ഫിറ്റാക്കാനും സുംബ ഡാൻസ് വഴി സാധിക്കും. കേരളത്തിൽ യുവതികൾക്കിടയിൽ ഇപ്പോൾ സുംബ ഡാൻസ് വളരെയധികം പ്രചാരണം നേടിക്കഴിഞ്ഞു. സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ളവർ സുംബ ഡാൻസ് കളിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാണ്. ഇപ്പോൾ കേരളത്തിൽ നിരവധിയിടങ്ങളിൽ സുംബ ഡാൻസ് ക്ലാസുകളും സുലഭമാണ്. തനിച്ച് ചെയ്യുന്നതിനേക്കാൾ ഒരു ഗ്രൂപ്പായി ചെയ്യുകയാണ് നല്ലത്. 3/4 മണിക്കൂറെങ്കിലും സുംബ ഡാൻസ് ചെയ്താൽ മാത്രമേ കൃത്യമായ ഫലം ലഭിക്കൂ. ആലപ്പുഴയിൽ കണ്ടെത്തിയ പക്ഷിപ്പനി മനുഷ്യർക്ക് ഭീഷണിയല്ല എന്നാണ് വിലയിരുത്തൽ. കുട്ടനാട്ടിൽ കാണപ്പെട്ടത് H5N8 ഇനത്തിൽപ്പെട്ട വൈറസുകളാണ് എന്നും ഇത് മനുഷ്യരിലേക്ക് പകരില്ല എന്നും മൃഗസംരക്ഷണ വകുപ്പ്. കലക്ടർ വിളിച്ചേർത്ത വിവിധ വകുപ്പുകളുടെ യോഗത്തിലാണ് ഈ വിശദീകരണം. പനി പടർന്നു പിടിക്കുന്നത് തടയാൻ കർശന നടപടി സ്വീകരിച്ചതായി കളക്ടർ അറിയിച്ചു. ആലപ്പുഴ ജില്ലയിലെ അപ്പർ കുട്ടനാട് പ്രദേശത്തെ 3 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. എന്നാൽ 2014 കാണപ്പെട്ട പക്ഷിപ്പനിയേക്കാൾ വീര്യം കുറഞ്ഞ വൈറസാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ കാണപ്പെടുന്നതെന്നും ഇത് ജനജീവിതത്തെ ബാധിക്കില്ലെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. പക്ഷിപ്പനി നിയന്ത്രിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിച്ചതായും ജില്ലാ കളക്ടർ വീണ എൻ മാധവ് പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന വകുപ്പ് തല യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. ആലപ്പുഴ ജില്ലയിൽ തകഴി പഞ്ചായത്തിൽ നമ്മൾ പക്ഷിപ്പനിയുടെ കുറച്ച് ലക്ഷണങ്ങൾ കണ്ടിരുന്നു. അത് ഭോപ്പാലിൽ
ഉള്ള ലാബിൽ വിട്ട് അതിൻ്റെ ടെസ്റ്റ് വന്നു, അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഒരു കൺഫർമേഷൻ വന്നിട്ടുള്ളത് H5N8 എന്ന വൈറസിൻ്റെ കൺഫർമേഷൻ വന്നിട്ടുള്ളത്. ഇത് മുമ്പ് വന്നതിനെക്കാട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രെയിനാണ്. അതായത് പക്ഷികളിൽ നിന്നും മനുഷ്യരിലോട്ട് ഇത് പടരാത്ത ഒരു സ്ട്രെയിനാണ്. സോ അതുകൊണ്ട് ജനങ്ങൾക്ക് അധികം പേടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. നാശനഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ വരും ദിവസങ്ങളിൽ കണക്കെടുപ്പ് നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. 2014 നവംബറിലും കുട്ടനാട്ടിൽ പക്ഷിപ്പനി പടർന്നു പിടിക്കുകയും ലക്ഷക്കണക്കിന് താറാവുകൾ ചത്തൊടുങ്ങുകയും ചെയ്തിരുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രോഗം പടർന്നു പിടിക്കാതിരിക്കാനും നിയന്ത്രിക്കാനും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടുന്ന പ്രത്യേക സംഘത്തെ നിയോഗിച്ചതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. റിലയൻസ് ജിയോ സൗജന്യ 4G ഓഫർ കാലാവധി നീട്ടിയേക്കും. കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനും വരിക്കാരുടെ എണ്ണം 100 ദശലക്ഷം എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് റിലയൻസിന്റെ ഈ നീക്കം. വിപണി പിടിച്ചെടുക്കുക എന്ന തന്ത്രവുമായി ഉപഭോക്താക്കൾക്ക് 3 മാസത്തേക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകി വെൽക്കം ഓഫറിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയ റിലയൻസ് ജിയോ തങ്ങളുടെ ഓഫർ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ട്. ഒക്ടോബറിൽ തുടങ്ങിയ ഓഫറിന്റെ കാലാവധി ഡിസംബർ 3-ന് അവസാനിക്കും. എന്നാൽ കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനും വരിക്കാരുടെ എണ്ണം 100 ദശലക്ഷം എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ട് അടുത്ത വർഷം മാർച്ച് വരെ ഓഫർ തുടരാനാണ് റിലയൻസ് ജിയോ നീക്കം നടത്തുന്നത്. ട്രായുടെ നിർദ്ദേശമനുസരിച്ച് ഒരു ടെലികോം സേവനദാതാവിന് 90 ദിവസത്തിൽ കൂടുതൽ ഒരു സൗജന്യ സേവനവും നൽകാനാവില്ല. അതേസമയം കമ്പനിക്ക് പ്രഖ്യാപിക്കുന്ന പ്രൊമോഷൻ ഓഫറുകളുടെ എണ്ണത്തിൽ നിയന്ത്രണങ്ങൾ ഒന്നുമില്ലെന്ന് റിലയൻസിന് നിയമവിദഗ്ധരുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് നിലവിലെ ഓഫർ അതേ പേരിൽ തുടരാതെ മറ്റൊരു പേരിലും രീതിയിലും പുനരവതരിപ്പിക്കാനാവും. അങ്ങനെയെങ്കിൽ വെൽക്കം ഓഫർ സേവനം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കെല്ലാം 2017 മാർച്ച് വരെ റിലയൻസ് ജിയോയുടെ ഫ്രീ ഇന്റർനെറ്റ് സൗകര്യങ്ങളും മറ്റ് ഓഫറുകളും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്. വാട്സാപ്പിൽ ഇനി വീഡിയോ കോളിംഗും. ആൻഡ്രോയിഡ് ഫോണിൽ വാട്സാപ്പിലൂടെ ഇനി മെസ്സേജ് മാത്രമല്ല കണ്ട് സംസാരിക്കുകയും ചെയ്യാം. വാട്സാപ്പിൽ വീഡിയോ കോളിംഗ് വരുന്നതോടെ സ്കൈപ്പിന് വലിയ വെല്ലുവിളിയാകുമെന്നാണ് റിപ്പോർട്ട്. വാട്സപ്പിൽ വീഡിയോ കോളിംഗ് കാത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ഇനി വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മാത്രമല്ല കണ്ട് സംസാരിക്കുകയും ചെയ്യാം. വാട്സപ്പിന്റെ വീഡിയോ കോളിംഗ് അപ്ഡേറ്റ് പുറത്തു വന്നു. നിലവിൽ വാട്സപ്പിന്റെ പുതിയ ബീറ്റ വെർഷനിലാണ് വീഡിയോ കോളിംഗ് എത്തിയിരിക്കുന്നത്. പൂർണ്ണമായ പതിപ്പ് വൈകാതെ എത്തും. ബീറ്റ പതിപ്പ് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ. മറ്റു ചില പതിപ്പുകളിലും വീഡിയോ കോളിംഗ് പ്രവർത്തിക്കുന്നുമുണ്ട്. സെർവറിൽ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന മുറയ്ക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടനെത്തും. നിലവിലുള്ള കോൾ ബട്ടണിൽ അമർത്തുമ്പോൾ വോയിസ് കോൾ വേണോ വീഡിയോ കോൾ വേണോ എന്ന് തിരഞ്ഞെടുക്കാവുന്ന രീതിയിലാണ് അപ്ഡേറ്റ് ഒരുക്കിയിരിക്കുന്നത്. വീഡിയോ കോളിംഗ് സെലക്ട് ചെയ്താൽ പരസ്പരം കണ്ട് സംസാരിക്കാം. ഗ്രൂപ്പ് വീഡിയോ കോളുകളും അവതരിപ്പിക്കാൻ വാട്സപ്പിന് പദ്ധതിയുണ്ട്. സ്കൈപ്പിനേക്കാൾ ക്ലാരിറ്റി വാട്സപ്പ് വീഡിയോ കോളിംഗിൽ ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കുറഞ്ഞ ഡേറ്റ ഉപയോഗത്തിലായിരിക്കും വാട്സപ്പിന്റെ വീഡിയോ കോളിംഗ് എന്ന പ്രത്യേകതയുമുണ്ട്. നിലവിൽ സ്കൈപ്പും വാട്സപ്പും കൂടാതെ ഫേസ്ബുക്ക് മെസഞ്ചർ, ഹാങ് ഔട്ട്സ്, കാഗോ ടോക്ക്, വൈബർ എന്നിവയിലും വീഡിയോ കോളിംഗ് ഉണ്ട്. വാട്സപ്പ് ഉപയോക്താക്കളുടെ എണ്ണം 100 കോടിയാകാനിരിക്കെയാണ് വീഡിയോ കോളിംഗും കൂടി അവതരിപ്പിക്കുന്നത്. വീഡിയോ കോളിംഗ് കൂടി വരുന്നതോടെ വാട്സപ്പിലെ ഉപയോക്താക്കളുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്. വിവാഹബന്ധം വേർപെടുത്താനുള്ള തീരുമാനത്തിൽ നിന്നും തെന്നിന്ത്യൻ നടി രംഭ പിന്മാറുന്നു. ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കോടതിയെ അറിയിക്കാനാണ് രംഭയുടെ തീരുമാനം. ഡിസംബർ 3-ന് ചെന്നൈ കോടതി വിവാഹമോചന കേസ് പരിഗണിക്കുമ്പോൾ രംഭ തന്റെ തീരുമാനം അറിയിക്കും. വിവാഹബന്ധം വേർപെടുത്തുവാനുള്ള തീരുമാനം തൽക്കാലം വേണ്ടെന്നാണ് രംഭയുടെ തീരുമാനം. ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം ജീവിക്കുവാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തിയ നടി വിവാഹമോചന കേസ് അവസാനിപ്പിക്കുവാനുള്ള തിരക്കിലാണ്. ഗ്ലാമർ വേഷങ്ങളിലൂടെ തെന്നിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞുനിന്ന അമൃത എന്ന രംഭ 2010 ഏപ്രിലാണ് NRI വ്യവസായിയായ ഇന്ദ്രൻ പത്മാനന്ദനെ വിവാഹം കഴിച്ചത്. ഇവരിൽ 2 കുട്ടികളുമുണ്ട്. തുടർന്നാണ് കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മൂലം ബന്ധം വേർപെടുത്തുവാൻ തീരുമാനിച്ചതും ചെന്നൈ കുടുംബ കോടതിയെ സമീപിച്ചതും. എന്നാലിപ്പോൾ കുടുംബിനിയായി വീണ്ടും ജീവിക്കുവാനാണ് രംഭ തീരുമാനിച്ചിരിക്കുന്നത്. ഡിസംബർ 3-ന് വിവാഹമോചന കേസ് പരിഗണിക്കുമ്പോൾ തന്റെ തീരുമാനം കോടതിയെ അറിയിക്കുവാനാണ് രംഭയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്. ഷൈൻ ടോം ചാക്കോ, അപർണ ഗോപിനാഥ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പുതിയ ചിത്രം വരുന്നു. ഒരു നക്ഷത്രമുള്ള ആകാശം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിൽ ഷൂട്ടിംഗ് നവംബറിൽ ആരംഭിക്കും. നവാഗതരായ സുനീഷ് ബാബു,
അജിത് പുല്ലേരി എന്നിവർ ചേർന്നാണ് ഒരു നക്ഷത്രമുള്ള ആകാശം സംവിധാനം ചെയ്യുന്നത്. എനിക്ക് ഈ സിനിമയിലേക്ക് വരാനുള്ള എക്സ്ട്രീംലി എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞാൻ ഇങ്ങനെ ഒരു റോൾ ഞാൻ പ്ലേ ചെയ്തിട്ടില്ല. വില്ലേജ്, ക്വയറ്റ്, കാം, അങ്ങനെ ഒരു റോൾ ആകുമ്പോൾ അപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത് ശരിക്കും I should be able to bring it out. So അതാണ് എൻ്റെ പ്രാർത്ഥന. ഷൈൻ ടോം ചാക്കോ നായകനാകുന്ന ചിത്രത്തിൽ പുതുമുഖം പ്രജ്യോത് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കുറഞ്ഞ ബജറ്റിൽ ചിത്രം കൈകാര്യം ചെയ്യുന്നത് തീർത്തും സമകാലികമായ വിഷയമാണ്. അന്യനാട്ടിൽ ജീവിക്കുന്ന മലയാളിക്ക് കേരളത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിലൂടെയാണ് ചിത്രത്തിന്റെ കഥ വികസിക്കുന്നത്. ബംഗളൂരിൽ നിന്ന് കഥ പറഞ്ഞു തുടങ്ങി കേരളത്തിലേക്ക് എത്തുന്ന സിനിമ പുതുതലമുറയുടെ സിനിമയായിരിക്കുമെന്ന് സംവിധായകരായ സുനീഷ് ബാബുവും അജിത് പുല്ലേരിയും പറയുന്നു. തികച്ചും ഒരു ജനകീയ മണ്ണിൻ്റെ മണമുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇതൊരു പുതുതലമുറയുടെ ഒരു സിനിമയാണ്. മലബാർ മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത് പ്രദീപാണ്. സേതുലക്ഷ്മി, ഗണേഷ് കുമാർ, സുജിത് ശങ്കർ, സന്തോഷ് കീഴാറ്റൂർ, വിജിലേഷ് എന്നിവരും ചിത്രത്തിൽ വേഷമിടുന്നു. നവംബർ 15-ന് കാഞ്ഞങ്ങാട്ടാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നത്. ജനുവരിയിൽ ബാംഗ്ലൂരിലെ 2ാം ഷെഡ്യൂൾ ചിത്രീകരണവും പൂർത്തിയാക്കി ചിത്രം അതിവേഗത്തിൽ തിയേറ്ററുകളിലെത്തിക്കുമെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിൽ സംഗീത സായാഹ്നം തീർത്ത പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ട് കാക്കനാട് രാജഗിരി സെന്റർ ഫോർ ബിസിനസ് സ്റ്റഡീസിലായിരുന്നു ഗ്രാമി പുരസ്കാര ജേതാവായ ഭട്ട് സംഗീത വിരുന്ന് ഒരുക്കിയത്. മോഹനവീണയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ സംഗീതത്തിൽ ശ്രോതാക്കൾ ലയിച്ചിരുന്നു. ഇമ്പമാർന്ന വരികൾക്കൊത്ത് ഗിത്താറിന്റെ നൂൽക്കമ്പികളിലൂടെ ആ വിരലുകൾ ചലിച്ചപ്പോൾ ഏവരും അതിനൊത്ത് താളം പിടിച്ചു. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ശിഷ്യനായ ഭട്ട് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത്. കൊച്ചിയിൽ വേദിയൊരുക്കിയ ആസ്വാദകർക്ക് രാജസ്ഥാൻ സ്വദേശിയായ അദ്ദേഹം നന്ദി പറഞ്ഞു. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ജർമ്മനി തുടങ്ങി നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇദ്ദേഹം സംഗീത പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. യുവാക്കൾക്കിടയിൽ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതവും സംസ്കാരവും വളർത്തിയെടുക്കുന്നതിനുള്ള കൂട്ടായ്മയായ സ്മിക് മക്കായുടെ സഹകരണത്തോടെയായിരുന്നു കാക്കനാട് രാജഗിരി സെന്റർ ഫോർ ബിസിനസ് സ്റ്റഡീസിൽ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.